ഞങ്ങള് വയനാടാണ് ഞങ്ങളുടെ സ്ഥലം. എൻ്റെ പേര് സാവിത്രി, എൻ്റെ ഭർത്താവ് ഞങ്ങള് അമ്മേൻ്റെ അടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം. എങ്ങനെയാണ് ഇവിടെ വരാൻ പറ്റിയത്? ഞങ്ങളിങ്ങനെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് ഭയങ്കര അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 6 മാസമായി പറയുന്നതനുസരിച്ച് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. ഒരുപാട് അസുഖങ്ങളായിരുന്നു, ഒരുപാട് വർഷങ്ങളായി മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നേ. അപ്പം മരുന്ന് തന്നെയായിരുന്നു, പിന്നെ ഫുൾ ടൈം മരുന്ന്, ആശുപത്രി, സമയങ്ങൾ മുഴുവനും ആശുപത്രി, പൈസ മുഴുവനും ആശുപത്രി, അങ്ങനെ മരുന്നിനൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ഇത് അമ്മേന്റെ വീഡിയോ കാണുന്നത്. കുറെ കണ്ടപ്പോ അമ്മേനെ വിളിച്ചപ്പോ തന്നെ പകുതി മുക്കാലും ആശ്വാസമായി. അമ്മ വിളിച്ച് പെട്ടെന്ന് തന്നെ വരാൻ പറ്റി. 1 ആഴ്ച കൊണ്ട് തന്നെ വരാൻ പറ്റി. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വരാൻ പറ്റുമെന്ന്. പക്ഷെ അമ്മ പറഞ്ഞു എന്താണേലും വരാൻ പറ്റുമെന്ന് തീർത്ത് പറഞ്ഞു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഞങ്ങൾ വന്ന്, ഞാനും ഹസ്ബൻഡും വന്നു, എൻ്റെ ചേച്ചിയും വന്നു. അപ്പോൾ ചേച്ചിക്കും ചേച്ചിൻ്റെ കുടുംബത്തിനും വളരെയേറെ സമാധാനമുണ്ട്, ആശ്വാസമുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല മാറ്റങ്ങൾ വന്നു. പിന്നെ ഞങ്ങൾ തുടർച്ചയായിട്ട് ഇനിയിപ്പോഴുള്ള പൈസകൾ ഞങ്ങൾക്ക് ലാഭമാണ്, സമയം ലാഭമാണ്, ആശുപത്രി പോകേണ്ട, എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ലാഭമാണ്. ശരിക്കും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നല്ല സുഖമാണ്. എപ്പോഴെന്ത് വന്നാലും അമ്മേനെ വിളിക്കും. അമ്മ ഏത് സമയത്ത് വിളിച്ചാലും അമ്മ ഫോണെടുക്കും. അവരുടേതായ നിർദ്ദേശങ്ങൾ, ചെറിയ വഴിപാടുകളൊക്കെ ആയിരിക്കും പറയുന്നത്. ആ വഴിപാടുകൾ ചെയ്ത് പറയും. അപ്പോൾ അവർ തരും. അപ്പോൾ അവർ തരുമ്പോൾ തന്നെ നമുക്കറിയാം, ഉറങ്ങി അങ്ങ് പോകും. അതുപോലെയുള്ള അനുഭവങ്ങളാണ് അമ്മ പവർ തരുമ്പോൾ ഉണ്ടാകുക. അപ്പോൾ എന്ത് ചെറിയ പ്രശ്നങ്ങൾ വന്നാലും അപ്പോൾ തന്നെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ ശരിക്കും മാനസികമായിട്ട് ശരീരമായിട്ടൊക്കെ ഉള്ള സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പൂജയ്ക്കും വരണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ട്. വയനാടായതുകൊണ്ട് കുറച്ച് ദൂരമാണ്, എങ്കിലും അമ്മ പറയും സാധിക്കും വിഷയമല്ല. ഉദാത്തമാണ്. ഇന്നലെ ഞാൻ വിളിക്കുന്നു, ഇന്നലെ തന്നെ എത്തി. ഇന്നലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് താമസിക്കാനും സങ്കീർണമായ പല പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു. അതിനിടയ്ക്കാണ് ഇവിടെ വരാനുള്ളൊരു ഇന്നലെ അമ്മ വന്നത്. അമ്മ വന്നമ്മ ഞങ്ങളെ സ്വീകരിച്ച് അമ്മ ഞങ്ങൾക്ക് പ്രസാദം തന്നു, കഴിച്ചു. സന്തോഷമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ വന്ന് ഭക്ഷണം കഴിച്ചു. ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിലുപരി ഞങ്ങൾക്ക് അസുഖങ്ങൾ മാറി കിട്ടി എന്നുള്ളതാണ്. എൻ്റെ ചേച്ചീൻ്റെ മോളുണ്ട്, ഒരു ഭയങ്കരമായിട്ട് അസുഖമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു. അത് അപകട നിലയിലും ആയിരുന്നു. അപ്പൊ അതോടെ ചേച്ചി ഞങ്ങൾ അടുത്ത വരവില് തന്നെ വന്നിട്ട് പോലും ഇല്ല. വരാൻ കുട്ടിക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് എത്താറ്. എന്താണേലും എത്തും, അമ്മേനെ കാണും, വന്നിട്ട് എന്താണേലും എത്തും. എക്സാം ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി ഇപ്പൊ നല്ല സൂപ്പറായിട്ട് സുഖമായി സന്തോഷമായിട്ട് നല്ലൊരു കടപ്പാട് ഭഗവാനോട് ഉണ്ട് എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയോട്. അപ്പൊ അത് സുഖമായിട്ട് കഴിയുന്നുണ്ട്. ഇനിയാണെങ്കിലും വരണമെന്ന് തന്നെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ എല്ലാവിധ അസുഖങ്ങളും ഇനി ഞങ്ങൾക്ക് ഇനി മരുന്നോ ആശുപത്രി ഒന്നുമില്ല, ഉണ്ടാവരുതെന്നാണ് അമ്മ. ഒരിക്കലും അത് സമ്മതിക്കില്ല. അമ്മ മരുന്ന് വേണ്ട എന്നാണ് പറയുന്നത്. നോ മെഡിസിൻ, നോ ഡോക്ടർ. അവഗണിച്ചിട്ടല്ല, അവരെ ആരെയും തട്ടിക്കളഞ്ഞിട്ടല്ല. ഭഗവാന്റെ മുമ്പില് ഭഗവാന്റെ അടുക്ക വരുന്ന ആർക്കും ഈ വക കാര്യങ്ങൾ വേണ്ട. അല്ലാതെ തന്നെ ഭഗവാന്റെ കൃപയാല് നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും ഭഗവാന് മാറ്റിത്തരാൻ പറ്റും. രോഗം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഭഗവാന് മാറ്റാൻ പറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റാൻ പറ്റും. എല്ലാം ഭഗവാന് പറ്റും എന്നുള്ളത് ഭഗവാന്റെ അടുത്ത് വരണമെന്ന് തോന്നിയ ഒരു വിഷയമേ പെട്ടെന്ന് തന്നെ സാമ്പത്തികം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെയാണ് ഏറ്റവും വലിയ അനുഭവങ്ങൾ, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ. ഇനിയും തുടർച്ചയായിട്ട് അത് വേണം എന്ന് തന്നെയാണ്, ഇവിടെ തന്നെയാണ് ഭഗവാൻ സ്വർഗീയ ജീവിതം തരുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിലും വലിയ സ്വർഗീയ ജീവിതം ഞങ്ങൾക്ക്
ഇല്ല എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും എത്ര ദൂരമാണെങ്കിലും ഭഗവാൻ ഇവിടെ എത്തിക്കും എന്നുള്ളതാണ്. അപ്പം താമസ സൗകര്യത്തിന് വിഷയമില്ല, എല്ലാ കാര്യങ്ങളും. ഏറ്റവും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അസുഖങ്ങളും ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായതെല്ലാം മാറിക്കിട്ടെ. ഇപ്പൊ മനസ്സിനൊരു വിഷമം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതെന്താന്ന് പോലും മാനസിക വിഷമം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്താന്ന് ഞാനിപ്പോ ആലോചിക്കുകയാണ്. ഇത്രയും അങ്ങനെ കിട്ടിയിട്ട് അപ്പൊ എല്ലാരും ടെൻഷൻ പറയുമ്പോ അതെന്താ എങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കുവാണ്. പക്ഷെ എനിക്ക് ആ ഒരു ടെൻഷൻ അനുഭവിക്കാനേ പറ്റുന്നില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷം. എന്ത് പറഞ്ഞാലും ഭഗവാൻ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ആത്മസംതൃപ്തിയിലാണ്. ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് അത് പറയും. മക്കളടുത്ത് മക്കള് പിന്നെ ജോലിയിലൊക്കെ ആയതുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് മക്കളും കൂടെ എങ്ങനെയാവും എന്ന ഭഗവാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങള് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എന്താണേലും സന്തോഷം ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാവർക്കും വേണം. എല്ലാവർക്കും വിഷമിക്കുന്നവർക്കും വിഷമിക്കാത്തവർക്കും എല്ലാം ഇതുപോലെയുള്ള അനുഭവങ്ങൾ കിട്ടണം. കിട്ടും എന്ന് 100% ഉറപ്പുണ്ട്. കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. ലോക നന്മയ്ക്കായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. ലോക നന്മ ഭഗവാൻ ഉണ്ടാക്കിയെടുത്തിരിക്കും. ഉറപ്പാണ്, ഉറപ്പാണ്. അപ്പൊ നിങ്ങളിലൂടെയൊക്കെയാണ് ഇത് പുറലോകം അറിയുന്നത്. എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ പറ്റും. മനുഷ്യരിലൂടെ മാത്രമേ ഇത് വെളിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. സർവ്വ രോഗങ്ങളും മരുന്ന് ഇല്ലാതെ തന്നെ മാറ്റാൻ പറ്റും. ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്ന സ്ഥലമാണ്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അനുഭവിച്ചറിഞ്ഞു. ഇത്രയും നാളത്തെ ലൈഫല്ല ഇനിയുള്ള ലൈഫ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് 100% മനസ്സിലായി. ഇനി കൂടുതലല്ലാണ്ട് ഇനിയിപ്പോ അതിൽ എന്താണെങ്കിലും കുറവ് വരില്ല എന്നുള്ളത് സത്യമാണ്. അമ്മയുടെ മുമ്പെന്നാണ് പറയുന്നത്. ഓരോ നിമിഷവും ഇനി ആനന്ദത്തിന്റെ നിമിഷങ്ങളാക്കി നമുക്ക് മാറ്റാം. സന്തോഷം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാക്കാവൂ. എല്ലാ ഭാഗ്യവും ഭഗവാന് തരാൻ പറ്റും. തരാൻ ഭഗവാന് പറ്റും. എടുക്കാൻ നിങ്ങൾക്കും പറ്റും. എടുക്കും, എന്താണെങ്കിലും എടുക്കണം. അതിനുള്ള ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗ്യം എടുക്കാനുള്ള അവസരം തരണേ എന്ന് മാത്രം ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞൊരു അസുഖമാണ് എനിക്ക് എന്നെ മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത്. ഒരു 10 വർഷത്തോളമെങ്കിലും ആയിട്ടുണ്ട്. ഞാനൊരു ഫാൻ എന്ന് പറയുന്ന സാധനം കാണാൻ പോലും കഴിയില്ലായിരുന്നു എനിക്ക്. ഫാൻ ഒരു പൊതുസ്ഥലത്ത്, ഞാൻ ചെറിയൊരു ജോലിയിലാണ്. അപ്പോൾ ഒരു പൊതുസ്ഥലത്ത് മീറ്റിങ്ങിലൊക്കെ പോയി ഇരിക്കുമ്പോൾ ഞാൻ ഒന്നുകിലും പുറത്തിറങ്ങി നിൽക്കണം, അല്ലെങ്കിൽ വായും താലും എല്ലാം മൂടി കെട്ടിയിട്ട് ഇരിക്കണം. അപ്പം എല്ലായിടത്തു നിന്നും ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു എനിക്ക്. വീട്ടിലും വാനിടാൻ പറ്റില്ല. ഒരു തണുത്ത സാധനം തിളപ്പിച്ച് ആറ്റി വേവിച്ച് വെച്ച ഒരു സാധനം തണുപ്പായി അത് കഴിക്കാൻ പറ്റില്ല. ഒരു ഐസ്ക്രീം ഒക്കെ ആണെങ്കിലും ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതൊന്നും കഴിക്കാൻ പറ്റാതെ ഒരു 5-8 വർഷമായിട്ട് ഞാൻ മാനസികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുമായിരുന്നു. എന്താണെങ്കിലും അമ്മേനോട് വിളിച്ച് പറഞ്ഞ് ആ അസുഖങ്ങൾ ഒന്നും ഇപ്പൊ ഇല്ല. ഞാൻ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഞാൻ ഫാന് ഇന്നലെ ആണെങ്കിൽ ട്രെയിനിൽ വരുമ്പോ തൊട്ട് ഇറങ്ങുന്നോടും ഒരു ഫാന് അതിൽ തന്നെയാണ് കഴിഞ്ഞത്. വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇവിടുന്ന് ഉപയോഗിച്ച് ഒരു വിഷയമില്ല. ആ ശ്വാസം മുട്ട് എന്താണെന്ന് അറിയുന്നില്ല. എല്ലാം അങ്ങ് മാറി. ഞാൻ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സുകൾ തണുത്തത് കഴിക്കുന്നുണ്ട്, തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ട്. ഒരുപാട് നന്ദി ഭഗവാനോട് ഞാൻ പറയുകയാണ്. ഇത്ര ആഗ്രഹങ്ങളായിരുന്നു എനിക്ക് ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്വാസം മുട്ടിയിട്ട് ഈ അവസാന നിമിഷം ശ്വാസം ഇല്ലാത്തൊരു ആസ്മ അസുഖത്തെ കുറിച്ചിട്ടൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ ആവോ എന്നായിരുന്നു ഏറ്റവും പേടി എനിക്ക്. ഭഗവാൻ എന്നോട് തീർത്ത് പറഞ്ഞു എല്ലാം മാറും എന്ന് തീർത്ത് പറഞ്ഞു. ഞാനത് ശരിക്കും അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അമ്മ വിളിച്ചപ്പോൾ അമ്മ മരുന്നിന്റെ പുറകെ പോകരുതെന്ന് പറഞ്ഞു. വരുന്നതിന് മുമ്പ് തന്നെ മരുന്ന് നിർത്തിയിട്ടാണ് വന്നത്. അതിന് ശേഷം കൊണ്ടുവച്ച മരുന്നുകൾ ബാക്കിയുണ്ട്, തൊട്ടിട്ടേ ഇല്ല. ഒരു വിക്സ് പോലും ഒരു കുഴമ്പ് പോലും തൊട്ടിട്ടില്ല. അങ്ങനെ സുഖമായിട്ട് കഴിയുന്നു. ഞാൻ ഫാന് കൊണ്ട് തണുപ്പൊക്കെ അടിച്ചൊക്കെ നടക്കുന്നു. പൂർണ്ണമായിട്ട് ആ അസുഖം മാറ്റി തന്നു ഭഗവാനോട് എൻ്റെ ജീവിതം ഞങ്ങൾ കുടുംബത്തിലുള്ളവരെല്ലാവരും ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു. സന്തോഷവും സമാധാനമായിട്ട് ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച അസുഖങ്ങൾ എന്ന് പറഞ്ഞ പോലെ ചെറിയ കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഭഗവാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട്, മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ശക്തിയെല്ലാം കുറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ചെറിയൊരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, അതും ഭഗവാൻ മാറ്റിത്തരുമെന്ന് അങ്ങനെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മാറ്റിത്തരും, ഉറപ്പായിട്ടും മാറ്റിത്തരുമമ്മ. പൂർണ്ണമായിട്ട് മാറ്റിത്തരും. ഭഗവാൻ എപ്പോഴും പറയുന്നത് അങ്ങനെയാണ്, പൂർണ്ണമായിട്ട് മാറ്റിത്തരാം എന്നാണ്. എന്തെങ്കിലും ഒരു നല്ലൊരു വ്രണം വന്നാൽ പോലും ഭയങ്കര പാടായിരിക്കും, അതുപോലും ഭഗവാൻ പറയും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിത്തരും. സന്തോഷം, അത് അനുഭവമാണ്. എല്ലാവരും അനുഭവം ഇതുപോലുള്ള വീഡിയോസ് ആണ് കണ്ടിട്ട് നമ്മള് ഇതിലേക്കിലോട്ട് വീഡിയോകളാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. ഇന്ന് രാവിലെ വരുമ്പോഴത്തേക്ക് കയ്യിലൊരു പ്രശ്നം പറഞ്ഞിരുന്നല്ല, കൈക്ക് ആ പ്രശ്നമൊന്നും ഇല്ല, എല്ലാം മാറി. കൈ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് അതെ മന്ത്രം പറയാൻ പറഞ്ഞു. ആ നീരെല്ലാം മാറി, ഇപ്പൊ നീരില്ല, ഒന്നുമില്ല. ഇതായിട്ട് ഇരിക്കുന്ന നിമിഷങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറി. ഭഗവാന്റെ കൃപ, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെടുക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം. അപ്പൊ അതൊരിക്കലും മറക്കാൻ പറ്റില്ല ആ ഭാഗ്യം. ഈ ഒരു അവസരം ഞങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത്, ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റി എന്നുള്ളതും എങ്ങനെയാണോ യൂട്യൂബിനോടാണ് നന്ദി. നന്ദിയോടെ എത്തിച്ച യൂട്യൂബിനോടാണ്. അനുഭവങ്ങൾ ആണല്ലോ, എന്താണ് അത്രയേ ഉള്ളൂ. അപ്പം വിരലിന്റെ അസുഖങ്ങൾ ഇതെല്ലാം മാറി. ഇനി ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ പെട്ടെന്ന് ഒന്നും വേണമെന്നല്ല, എനിക്ക് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ട് സാവകാശം എന്തെങ്കിലും മാറിയാൽ മതി. ചെറിയ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ വലിയതെല്ലാം മാറിയില്ല. ഇനി ഇത് നമ്മള് സഹിച്ചതിന്റെ ഒരു 5% പോലും ഇല്ലല്ലോ ഇതൊക്കെ. ഇത് പിന്നെ ചെറിയ ചെറിയ വേദനകൾ എപ്പോഴും എല്ലാവർക്കും എന്തായാലും ഉണ്ടാവും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി എന്നാലും ചെറിയ വേദനയും നിങ്ങൾ സഹിക്കല്ലേ. ചെറിയ വേദനയും സഹിക്കേണ്ട, വിഷമം നമുക്കുള്ളതല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമ്മളെ ലൈഫിന്നേ പോയി. ഇനിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള 100% പ്രതീക്ഷയിലാണ് ഞങ്ങളെ ലൈഫ്. സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷം എല്ലാരും കിട്ടണം. പിന്നെ അതുപോലെ പെരുവിരലിന് എന്തോ സംഭവിച്ചല്ല. പെരുവിരലിന് എന്റെ മോളെ വാവ 2 വയസ്സേ ഉള്ളൂ. അപ്പൊ കുരുത്തക്കേടിങ്ങനെ ആയതുകൊണ്ട് വലിയൊരു വടി എടുത്തുകൊണ്ടിട്ട് എന്നെ അടിക്കാൻ വന്ന, ഞാനത് വേഗം അങ്ങ് തടുത്തപ്പോ ഈ വിരലിന് ആ അടി കിട്ടിയത്. അല്ലാതെ വേദന എന്ന് പറഞ്ഞാൽ ഒരു സ്വാധീനം കിട്ടുന്നില്ലായിരുന്നു ഈ വിരലിന്. ഭയങ്കര വേദന. ഇപ്പൊ ഒരു 5-6 മാസമായി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, വിരലത് അനക്കാതെ ഭഗവാൻ എനിക്ക് പവർ തന്നു. ഭഗവാൻ പറഞ്ഞു അത് പോയിക്കോളും, വേറെ ഒരു പ്രശ്നമില്ല. ചെറുതാണെങ്കിലും പ്രശ്നമാണ്, പക്ഷെ അത് ഇവിടെ ഒരു പ്രശ്നമല്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അത് ഒരു പ്രശ്നമല്ലാതെ മാറി കിട്ടി. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. എനിക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. ഇത് സ്വാധീനം ഇല്ലാതെ എങ്ങാനും വരുമോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു വിരലിന്. പക്ഷെ അത് ഫുള്ള് മാറി കിട്ടി. വാവയാണെങ്കിലും അത് ചെറുത് കിട്ടി, അത് മാറുകയും ചെയ്തു. ഭഗവാൻ അത് മാറ്റി തരാൻ അറിയാത്ത പ്രായത്തിലുള്ള ചെയ്ത ഒരു ചെറിയ അനുഭവിച്ചത് എനിക്കും വേദനയായിരുന്നു. ഈ വിരല് കൂട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വിരലില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോഴും പടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഓരോ ഓടിക്കും പഠിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള വിഷമങ്ങളെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ മാറാത്തതൊന്നുമില്ല. ഇനി പറയുകയാണെങ്കിൽ എല്ലാ വിഷമങ്ങളും മാറി കിട്ടി. ഞാൻ പറഞ്ഞില്ല, ബുദ്ധിമുട്ട്, വിഷമം, മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ എന്താന്ന് പോലും ഇപ്പൊ അറിയില്ല. അതാണ് ഏറ്റവും വലിയൊരു മകന്റെ പ്രശ്നം കൂടെ അത് അമ്മ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നന്മയും ഉണ്ടാവും. എല്ലാം ഒന്ന് മാത്രം ചെയ്താൽ മതി, ഭഗവാന് മനസ്സങ്ങ് കൊടുക്കുക, ആ ഭഗവാന്റെ പാതയിൽ കൂടെ അങ്ങ് കയറുക. എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരും. ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തിലാണ്. വിശ്വാസമല്ല, അനുഭവമാണല്ലോ. എല്ലാവർക്കും നമുക്ക് ഈ മഹാഭാഗ്യം കൊടുക്കാം. എല്ലാവർക്കും എല്ലാവർക്കും ഇത് വേണം. എല്ലാവർക്കും ഭഗവാന് കൊടുക്കാൻ കഴിയും. ഭഗവാന് പറ്റാത്തതായിട്ടൊന്നുമില്ല. എല്ലാവരും
ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗമില്ലാത്ത സർവ്വരോഗ നിവാരണവും. കലിക്ക് കലിയുഗത്തിലെ ലോകമുള്ള അനുഭവങ്ങൾ. ലോകത്തിലെ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി Great Miracles of the Kaliyuga from the wells of the entire world. എല്ലാവർക്കും അറിയാം, അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗമില്ലാത്ത സർവ്വരോഗ നിവാരണവും. കലിക്ക് കലിയുഗത്തിലെ ലോകമുള്ള അനുഭവങ്ങൾ. ലോകത്തിലെ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗമില്ലാത്ത ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗമില്ലാത്ത സർവ്വരോഗ നിവാരണവും. കലിക്ക് കലിയുഗത്തിലെ ലോകമുള്ള അനുഭവങ്ങൾ. ലോകത്തിലെ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി Great Miracles of the Kaliyuga from the wells of the entire world. എല്ലാവർക്കും അറിയാം, അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. ലോക ചരിത്രത്തിൽ ആദ്യമായി
ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും. ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗമില്ലാത്ത സർവ്വരോഗ നിവാരണവും. കലിക്ക് കലിയുഗത്തിലെ ലോകമുള്ള അനുഭവങ്ങൾ. ലോകത്തിലെ എല്ലാത്തിന്റെയും